ഹലോ ഗ്രേ മീഡിയാസിലേക്ക് സ്വാഗതം. ദൃശ്യം 3 ബോക്സ് ഓഫീസ് കൊലത്തൂക്ക് മുന്നോട്ട് കുതിപ്പായി പോകുന്നു. മണിക്കൂറിൽ 22,000 മുകളിലുള്ള ടിക്കറ്റുകൾ. ആദ്യ ദിനം 60 കോടിയോളം, രണ്ടാം ദിനം 90 കോടി, 95 കോടിയിലേക്ക് എത്തും. ഇതിനോടകം തന്നെ 100 കോടിയും കടന്നു പ്രീ സെയിലിലൂടെ ഈ ഒരു ചിത്രം. ഇനി നമുക്ക് ഡീറ്റെയിൽ കളക്ഷനും കാര്യങ്ങളിലേക്കൊക്കെ വരാം. ദൃശ്യം ബോക്സ് ഓഫീസിൽ കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിക്കുകയാണ്. ഇന്ത്യ ബോക്സ് ഓഫീസിൽ നിന്ന് 18 കോടി 63 ലക്ഷം രൂപയാണ് സിനിമയ്ക്ക് ഓപ്പണിംഗ് ഡേയിൽ ലഭിച്ചിരിക്കുന്നത്. ഓവർസീസിൽ നിന്ന് നമുക്ക് അതിൻ്റെ മുകളിലേക്കുള്ള ഏകദേശം 40 കോടിയോളമാണ് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. അത് ഇനിയും സ്ഥിരീകരിക്കാനുണ്ട്. എന്തായാലും 5 കോടി 12 ലക്ഷം രൂപയോളമാണ് കർണാടക, തെലുങ്കാനയിൽ നിന്ന് മാത്രമായി ഈ ഒരു സിനിമ വന്നേക്കുന്നത്. റെസ്റ്റ് ഓഫ് ഇന്ത്യ കൊടൂര തൂക്കാണ് ഈ ഒരു സിനിമ അടിക്കുന്നത്. കേരളത്തിൽ നിന്ന് 10 കോടി 83 ലക്ഷം രൂപ നേടിയ ചിത്രം കർണാടകത്തിൽ നിന്ന് 2 കോടി 94 ലക്ഷം രൂപ നേടി. ആന്ധ്ര, തെലുങ്കാനയിൽ നിന്ന് 2 കോടി 18 ലക്ഷം രൂപ നേടിയപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് 1 കോടി 30 ലക്ഷം രൂപയും റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 1 കോടി 38 ലക്ഷം രൂപയും നേടി. ട്രാക്ഡ് ഷോസ് 2514 ടിക്കറ്റുകൾ 5,87,000 ടിക്കറ്റുകളുമാണ് 24 മണിക്കൂറിൽ വിറ്റുപോയിരിക്കുന്നത്. രണ്ടാം ദിനമായ ഇന്നും 3 ലക്ഷത്തിന് മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോകുമെന്ന് ഉറപ്പിക്കുകയാണ്. പ്രീ സെയിൽ കൂടെ തന്നെ 7 കോടിക്ക് മുകളിലാണ് സിനിമയ്ക്ക് രണ്ടാം ദിനവും വന്നിരിക്കുന്നത്. സർവ്വകാല റെക്കോർഡുകളും സർവ്വ ഏരിയയിലും തൂക്കിയടിയോടെ തന്നെയാണ് ഈ ഒരു സിനിമ. ദൃശ്യം ഫ്രാഞ്ചൈസിയിലെ 3ാം ഭാഗവും ബോക്സ് ഓഫീസിൽ കുതിപ്പ് തുടരുകയാണ്. ഫാമിലി ഓഡിയൻസിൻ്റെ തിയേറ്ററുകളിലേക്കുള്ള ഒഴുക്കാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. എന്താണേലും ഒരു കാര്യം ഉറപ്പിക്കുകയാണ്, എല്ലാ സ്ഥലങ്ങളിലും വമ്പൻ വിജയമായിരിക്കുന്നു ആദ്യ ദിനം കൊണ്ട് ഈ ചിത്രം. തമിഴ്നാട്ടിൽ ഡിസ്ട്രിബ്യൂട്ടർ ഷെയറായിട്ട് 60 ലക്ഷം രൂപയോളം സിനിമയ്ക്ക് ലഭിച്ചിരിക്കുകയാണ്. ദൃശ്യം 3 രണ്ടാം ദിനം ട്രാക്ഡ് ഗ്രോസ് 7 കോടി 35 ലക്ഷം രൂപ, 72% ഒക്യുപ്പൻസിയിൽ നമുക്ക് കാണാൻ കഴിയുന്നു. അതായത് ഇന്നും 10 കോടിക്ക് മുകളിലാണ് ഈ ഒരു സിനിമയ്ക്ക്. ഒരു ഘട്ടത്തിൽ നമ്മൾ 12 കോടി ആദ്യ ദിനത്തിൽ നേടുമെന്ന് പ്രതീക്ഷിച്ചെങ്കിൽ തിയേറ്ററുകളുടെ കുറവുകൾ കൊണ്ട് മാത്രമാണ് അത് എത്താഞ്ഞത്. ശരിക്കും 500 മുകളിലുള്ള എക്സ്ട്രാ ഷോ സിനിമയ്ക്ക് ആഡ് ചെയ്യപ്പെടുക തന്നെ ചെയ്തു. ശരി, അങ്ങനെ ഒന്ന് നോക്കുക. 500 ഷോയും കൂടെ അല്ലെങ്കിൽ 500 തിയേറ്റർ കൂടെ ഇതിനകത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ആദ്യ ദിനം തന്നെ ഒരു പക്ഷേ ഈ സിനിമ 20 കോടി കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കടന്നേനെ എന്നുള്ളതാണ്. UK, അയർലാൻഡിൽ നിന്ന് സിനിമ 4 കോടിക്ക് മുകളിൽ നേടിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു. ഓസ്ട്രേലിയയിൽ നിന്നും മികച്ച കളക്ഷൻ. വേൾഡ് വൈഡായിട്ട് സിനിമ കൊടൂര തൂക്കാണ് തൂക്കുന്നത്. എന്താണെങ്കിലും ഇതിനോടകം തന്നെ US, കാനഡയിൽ നിന്ന് 3 കോടി 75 ലക്ഷം രൂപയും ഓസ്ട്രേലിയയിൽ നിന്ന് 1 കോടി 20 ലക്ഷം രൂപയും ന്യൂസിലാൻഡിൽ നിന്ന് 28 ലക്ഷം രൂപയും നേടിയ ചിത്രമായി മാറുകയാണ്. എമ്പുരാൻ്റെ തൊട്ട് പിന്നാലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന ചിത്രമായി ദൃശ്യം 3 എമ്പുരാനെയും തുടരും എന്ന ചിത്രത്തെയും തകർത്തെറിഞ്ഞത് ആദ്യ ദിനത്തെ ടിക്കറ്റ് ബുക്കിങ്ങിലൂടെയാണ്. അതായത് 5,87,000 ടിക്കറ്റ്. രണ്ടാം ദിനവും ഈ സിനിമ ആ 2 സിനിമകളെയും തോൽപ്പിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കേരളത്തിൽ ട്രെൻഡിങ് എന്ന് പറഞ്ഞാൽ കൊലത്തൂക്ക് ട്രെൻഡിങ് ആണ്. 22,000 മുകളിലുള്ള ടിക്കറ്റുകൾ ഇപ്പോൾ വിറ്റുപോകുന്നു. സിനിമയ്ക്ക് എന്താണേലും ഒരു കാര്യം ഉറപ്പിക്കാൻ കഴിയുന്നു, വേറെ ഒന്നുമല്ല. ഏത് റേഞ്ചിൽ പോയാലും, നെഗറ്റീവോ പോസിറ്റീവോ ആവറേജോ ഏത് റേഞ്ചിൽ പോയാലും അതിലെ നടൻ മോഹൻലാൽ ആണെങ്കിൽ ഒരു കാര്യം ഉറപ്പിക്കാം, ആ സിനിമയ്ക്ക് അമ്മാതിരി പൊട്ടൻഷ്യൽ ഉണ്ടാകുമെന്നുള്ളത്. വേറെ ഒരു നടനും ആ റേഞ്ചിലേക്ക് എത്താൻ കഴിയില്ല എന്നുള്ളത്. കാരണം അത് മലയാളിയുടെ സ്നേഹം, അത് അവർ മോഹൻലാലിന് നൽകുന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഏത് സിനിമയും ഒരു ആവറേജ് മോഹൻലാൽ സിനിമയുണ്ടെങ്കിൽ പോലും നമുക്കറിയാം അത് 100 കോടി അടിക്കും. അപ്പോൾ എബോവ് ആവറേജ് ആണെങ്കിൽ ഏത് റേഞ്ചിലേക്ക് പോകും. ഈ ഒരു സിനിമ 400-500 കോടി ആണ് ഉദ്ദേശിക്കുന്നത്. എന്താണേലും 400 കോടിക്ക് താഴേക്ക് പോകില്ല എന്നുള്ളത് ഉറപ്പിക്കുക തന്നെയാണ്. അതിഗംഭീരമായിട്ടുള്ള കൊല തൂക്കാണ് ഈ ഒരു സിനിമ ഇന്ന് ബോക്സ് ഓഫീസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു നിമിഷം നമുക്ക് കാണാൻ കഴിയുന്നു, എങ്ങും ടിക്കറ്റ് കിട്ടാനില്ലാത്ത അവസ്ഥ തന്നെയാണ്. മണിക്കൂറിൽ നമുക്ക് കാണാൻ കഴിയുന്നു 100K ആണ് സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല ബിഗ് മൈ ഷോയിൽ 23,000 മുകളിലുള്ള ടിക്കറ്റുകളും ഇന്നലെ 41,000 ആയിരുന്നു പീക്ക് ലെവലിൽ കിട്ടിയിരുന്നത്. ഇന്ന് 6 മണി തൊട്ട് 1 മണി വരെ 108K ടിക്കറ്റ്, അതായത് 1 ലക്ഷത്തിന് മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയിരിക്കുന്നു എന്നുള്ള പുറത്ത് വരുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ വരെ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. ഗ്രേ മീഡിയ സബ്സ്ക്രിപ്ഷൻ മറക്കണം.